ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൽ സംശയമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തന്നെ അതിൻ്റെ ഡാറ്റകൾ മറ്റും ഉണ്ട്. രാഷ്ട്രീയമായി ചില വിരോധങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലർ പ്രകടിപ്പിക്കുമെന്നേ ഉള്ളൂ. ഇവിടെ പറയുന്ന വിഷയം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരത, ആരോഗ്യം, ഒട്ടനവധി മേഖലകളിൽ ക്രയശേഷി ഏറ്റവും കൂടുതൽ മലയാളിക്കാണ്. സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള ആ ക്രയശേഷി ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് മലയാളിക്കുള്ളത്. അത് ലോക ശരാശരിയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ന്യൂയോർക്കിലും ലണ്ടനിലും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തോടടുത്താണ് കേരളം നിൽക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് എന്നുള്ളത് സാമൂഹ്യ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. പക്ഷേ ഇത് അല്ല ഇവിടുത്തെ വിഷയം. ഇതിനേക്കാൾ അപ്പുറം ഈ യൂറോപ്യൻ നാടുകളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ആത്മഹത്യകളിൽ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് 70% വിവാഹം കഴിഞ്ഞവരാണ് എന്നുള്ളതാണ്. ഈ വികസിത നാടുകളിലെ ആത്മഹത്യ കേരളത്തിൻ്റെ അത്ര ഉണ്ടെങ്കിലും അവിടെ വിവാഹം കഴിഞ്ഞവരിലല്ല ഇത്രയുള്ളത്. പക്ഷേ കേരളത്തിൽ വിവാഹം കഴിഞ്ഞവരിലാണ് 70% ആത്മഹത്യ നടക്കുന്നത്. ഇത് നാം ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. വിവാഹം ഒരു തടവറയായി മലയാളികൾക്ക് മാറിയിരിക്കുന്നു. മലയാളി പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും അതൊരു യാഥാർത്ഥ്യമാണ്.